മുമ്പ് നടന്നതാ. ഇത്രയും കാലമായിട്ട് ഒരു കുരങ്ങനും ഇവിടെ വന്ന് ഒന്നും നശിപ്പിച്ചിട്ടില്ല. അപ്പോൾ തൻ്റെ ശാപം ഫലിപ്പിക്കാൻ വേണ്ടി ആ നന്ദികേശ്വരൻ വീണ്ടും വാനരവേഷം കെട്ടി വന്ന് ഉദ്യാനം നശിപ്പിച്ചതാണോ എന്നാണ് രാവണൻ സംശയിച്ചത്. എപ്പോൾ? ആ ഹനുമാനെ മുമ്പിൽ കണ്ടപ്പോൾ. അപ്പോഴും നന്ദികേശ്വരനാണെന്ന് സംശയിക്കുക എങ്ങനെയാ ഒരു വാനരനെ കണ്ടാൽ? ശിവപരമേശ്വരൻ്റെ ഭൂതഗണ പ്രധാനിയായിട്ടുള്ള നന്ദികേശ്വരനെ ആണെന്ന് വായുപുത്രനായിട്ടുള്ള ഹനുമാനെ കണ്ടാൽ വിചാരിക്കാൻ പറ്റുമെന്നാണെങ്കിൽ പോവല്ലോ, രണ്ടും ഒന്ന് തന്നെയാണല്ലോ. ആ വായുപുത്രനാണെങ്കിലും ആരുടെ അംശം? ശ്രീപരമേശ്വരൻ്റെ ബീജം തന്നെയാണല്ലോ, ആ തേജസ് തന്നെയാണല്ലോ. അതാണ് അങ്ങനെ തോന്നിയതും. അത്ഭുതത്തോടുകൂടി രാവണനും അതെ ആശ്ചര്യത്തോടു കൂടി ആ ഹനുമാനെ നോക്കിക്കൊണ്ട് അവിടെ ഇരിപ്പായി. ഹനുമാനും അതെ രാവണൻ ഇങ്ങനെ തുറച്ചു നിർത്തി നോക്കണതൊക്കെ കണ്ടു. കുറച്ചു നേരം നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ അന്തം വിട്ട് നോക്കിയിരിക്കാനില്ലാന്ന് തോന്നി. ഇരിക്കാനും കൂടി പറയണില്ല. അത് വരില്ലേ, ഒരാൾ വന്നാൽ ബന്ധുവാണെങ്കിലും ശത്രുവാണെങ്കിലും ആദ്യം വേണ്ടത് ആസന സൽക്കാരം ചെയ്യാൻ വേണ്ടത്. ഇങ്ങനെ ഒരു മര്യാദയില്ലേ ഇവിടെ? ഇതെന്താ ഇങ്ങനെ? കുറച്ചു നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ആലോചിച്ചു, അവന് മര്യാദയില്ലെങ്കിലും എൻ്റെ കാര്യം ഞാൻ നോക്കണം. എൻ്റെ കാര്യമല്ല, എൻ്റെ സ്വാമി ശ്രീരാമചന്ദ്രസ്വാമിയുടെ ദൂതനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഞാനിവിടെ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ഷീണം അദ്ദേഹത്തിനാണ്. വേഗം അവിടെ ഒരു വീടുണ്ടായിരുന്നു, അത് വലിച്ച് പൊക്കിയൊന്നുമില്ല, വലിച്ച് കട്ടെ രാവണൻ്റെ മുമ്പ് കൊണ്ടുപോയിട്ടു അവിടെ ഇരിപ്പായി. പൊക്കം പോരാ തോന്നിയപ്പോൾ വാലൊക്കെ അങ്ങോട്ട് ചുരുട്ടി അതിൻ്റെ മീതെ അങ്ങോട്ട് ഇരുന്നു. അപ്പോൾ പാകായി. രാവണൻ്റെ മുഖവും തൻ്റെ പൃഷ്ഠവും ഒപ്പത്തിനൊപ്പം നായി. ഒട്ടൊട്ട് പൃഷ്ഠം കാണിച്ചിട്ട് അഭിമുഖമായിട്ടല്ല, ഇവിടെ കാണാൻ തന്നെയാണ് നിനക്ക് യോഗ്യതയുള്ളൂ. ഇരുന്നു. തല രാവണൻ്റെ തലയിണ്ണ, മുഖം ചൊറിയ, വാല് ചൊറിയ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് രാവണനെ ഇരിപ്പാ. കുറച്ച് കഴിഞ്ഞപ്പോൾ രാവണൻ്റെ ദേഷ്യം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇവൻ്റെ ദേഷ്യം എത്രത്തോളം വർദ്ധിപ്പിക്കാൻ പറ്റും എന്നൊന്ന് അറിയാൻ എന്നൊന്ന് തോന്നി. രാവണനോട് ഇങ്ങനെ ചോദ്യം തുടങ്ങി. രേ രാവണ രാവണ കതി ബഹൂനി ദേവയം ശുശ്രുമ തേഷ്വേകില കാർത്തവീര്യ നൃപതേ ദുർദണ്ഡപിണ്ഡീകൃത ഏകം നർത്തനദാഭിജാന്യകബളോ ദിതേന്ദ്രദാസീ ജനയ്യ അന്യം വക്രുമപത്രപ ഹൈഹ കോപ്യേഷു കോന്യോ ഭവാൻ. രാവണ എടാ രാവണ, എടാ രാവണ, രാവണ കതി രാവണന്മാർ എത്രയുണ്ട്? എൻ്റെ ഒരു സംശയമാണ്. കുറകാലമായി എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംശയം. എന്നെ കണ്ടപ്പോൾ ആ സംശയം ചോദിക്കാമെന്ന് തീർച്ചയായിട്ടും. എനിക്കതിൻ്റെ ഉത്തരം അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ സംശയം തീർക്കാലോ. അതാ എന്താ എൻ്റെ സംശയം? രാവണ കതി രാവണന്മാർ എത്രയുണ്ട്? എത്രയുണ്ട് വെച്ചാൽ ബഹൂനേ ദേവയം ശുശ്രുമ അനവധി രാവണന്മാരെ പറ്റി കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ എത്രയുണ്ട് സംശയം. ഒരാളെ പറ്റിയാൽ കേട്ടുവെച്ചാൽ പിന്നെ സംശയിക്കേണ്ട ആവശ്യമില്ല. ഒരു രാവണനേ ഉള്ളൂ എന്ന് പറയാം. ഇത് ധാരാളം രാവണന്മാരെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല രാവണന്മാരുണ്ടോ? കേട്ടതൊക്കെ ഒരാളെ പറ്റിയിട്ടാണോ? ആകെ ഒരു രാവണനേ ഉള്ളൂ, അത് നീ തന്നെയാണോ? ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സംശയം. ഞാൻ ഇതുവരെ ഒരു രാവണനെയും കണ്ടിട്ടില്ല. അപ്പോൾ നീ ഒരു രാവണനാണല്ലോ. അപ്പോൾ എത്ര രാവണന്മാരുണ്ട് എന്നുള്ള എൻ്റെ സംശയം എനിക്ക് തീർക്കാൻ പറ്റും. ഇനി ഞാൻ കേട്ട കഥ പറഞ്ഞാലല്ലേ എനിക്കത് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഞാൻ കേട്ട രാവണന്മാരുടെ കഥ പറയാം. കാർത്തവീര്യനൃപതേദോർദണ്ഡപിണ്ഡീകൃത. ഞാൻ കേട്ട രാവണന്മാരുടെ ഒരു രാവണൻ്റെ കഥയാണ് കേട്ടോ. ഞാൻ കേട്ട കഥയാണ്, അനുഭവിച്ച ആളല്ല, നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നിനക്ക് അറിയുന്നുണ്ടെങ്കിൽ വല്ല വിലയുണ്ടെങ്കിൽ നീ തിരുത്തിക്കോ. കാർത്തവീര്യനൃപതേദോർദണ്ഡപിണ്ഡീകൃത. ആ രാവണനെ കാർത്തവീര്യാർജുന മഹാരാജാവ് തൻ്റെ ദണ്ഡാകാരനെയുള്ള ദോസുക്കളെ കൊണ്ട്, കൈകളെ കൊണ്ട് പിണ്ഡീകൃതനാക്കി ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. കാർത്തവീര്യാർജുന മഹാരാജാവ് തൻ്റെ കൈകളെ കൊണ്ട് പിണ്ഡീകൃതനാക്കി ചെയ്ത ജലക്രീഡയ്ക്കായിട്ട് വന്ന സമയമായിരുന്നു. ഭാര്യമാരോടുകൂടി നർമ്മദയിൽ ജലക്രീഡയ്ക്കായിട്ട് വരാറുണ്ട്. അങ്ങനെ ജലക്രീഡയ്ക്കായിട്ട് വന്ന് ഭാര്യമാരെ വെള്ളത്തിലിറങ്ങി ജലക്രീഡ തുടങ്ങി. നീന്തി തുടിച്ച് കളിച്ചു തുടങ്ങി. അപ്പോൾ വേണ്ടത്ര വെള്ളം നർമ്മദയിലില്ല. വെള്ളം അവർക്ക് നീന്തി തുടിക്കാൻ പാകത്തിന് വെള്ളമില്ല. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഇന്ന് വെള്ളം വളരെ കുറവാണ്, ഞങ്ങൾക്ക് നീന്തിയിട്ട് സുഖം ആവണില്ല, കുറച്ചും കൂടി വെള്ളം ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വെള്ളം കൊണ്ട് ഒഴിക്കാൻ പറ്റുമോ നദിയിൽ? അങ്ങനെ വെള്ളം ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ കാർത്തവീര്യാർജുന മഹാരാജാവ് എന്ത് ചെയ്തു? 1000 കൈകളാണ്. ആ 1000 കൈകളെ കൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് അങ്ങോട്ട് തടഞ്ഞു.
ഈ തട അണ എന്നൊക്കെ പറയുന്നത് ആദ്യത്തെ അതാണ്. കാർത്തവീര്യാർജുന മഹാരാജാവാണ് അതിൻ്റെ സൃഷ്ടികർത്താവ് എന്ന് പറയാം ഇല്ലേ. ആ അണ ഒഴുക്കിനെ തടഞ്ഞതാണ് 1000 കൈകളെ കൊണ്ട്. അതോടുകൂടി വെള്ളം അങ്ങോട്ട് പൊങ്ങി അവർ കാര്യമായ സുഖമായിട്ട് നീന്തി തുടിച്ചു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ നീന്തലൊക്കെ അവസാനിപ്പിച്ചു. ക്രീഡയൊക്കെ എന്താ എല്ലാവർക്കും സന്തോഷമായില്ലേ? ഇനി വേണോ? വേണ്ട, ധാരാളമായി, മതിയായി, ഞാൻ പോവല്ലേ? അതെ, പോവാന്ന് പറഞ്ഞിട്ട് ഇവിടെ വരെ വെച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ, കൈ അവിടെ കൊടുത്ത് പോകാനും പറ്റില്ല. എന്ത് ചെയ്തു? ആ കൈ അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് മാറ്റി. കൈ അവിടുന്ന് മാറ്റിയപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒന്നിച്ച് ജലപ്രവാഹം തന്നെയാണ്. ഈ വെള്ളത്തിന് തന്നെ നല്ല ശക്തി, സാധാരണ ഒഴുകുമ്പോൾ തന്നെ നല്ല ശക്തി. അത് കെട്ടി നിർത്തിയിട്ട് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി എത്രത്തോളം പ്രവചിക്കാൻ പറ്റില്ല, പ്രവചനാതീത. തന്നെ പേടിച്ചിരിക്കേണ്ടതല്ലേ, എപ്പോഴാ വരിക നിശ്ചയില്ലാണ്ട് പരിഭ്രമിച്ച് ഇവിടെയൊക്കെ എത്തുന്നൊക്കെ കേട്ടിട്ട് കേട്ടോ. അത് ചുറിഞ്ഞിട്ട് കാര്യമില്ല, എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം എന്നൊരു സമാധാനം ഉള്ളത്. ഇപ്പോൾ നേരെ ആണെങ്കിൽ നമ്മളല്ലാന്നൊരു സമാധാനമുണ്ട്. അവർക്ക് ആവശ്യമുണ്ട് അത് അവിടെ. അതുകൊണ്ട് ഇതിനെപ്പോൾ പൊട്ടുന്ന പേടിപ്പിച്ച് തുടങ്ങിയിട്ട് കുറകാലമായതുകൊണ്ട് വലിയ പരിഭ്രമത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആ വെള്ളം അങ്ങോട്ട് കുത്തി ഒഴുകി തുടങ്ങിയപ്പോൾ രാവണൻ അതിൻ്റെ താഴ്ഭാഗത്താണ്ടായിരുന്നു. രാവണനും രാവണൻ്റെ പൂജാസാധനങ്ങളും ഒക്കെ കൂടി വെള്ളത്തിൽ അങ്ങോട്ട് ഒഴുകി തുടങ്ങി. രാവണൻ വെള്ളത്തിൽ മുങ്ങി തുടങ്ങി. ശക്തിയുണ്ട്, 20 കൈയുണ്ട്, തുഴയാനും അറിയാം. പക്ഷേ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണല്ലോ ഈ പ്രവാഹം. അതോടുകൂടി എന്തായി ക്ഷീണിച്ചപ്പോൾ തളർന്നു തുടങ്ങി. തളർന്നപ്പോൾ വെള്ളം കുടിച്ചു തുടങ്ങി. വെള്ളം കുടിച്ചപ്പോൾ സാധാരണക്കാർക്ക് വെള്ളം കുടിച്ചു തുടങ്ങിയാൽ ആ വെള്ളം കുടിച്ചാൽ വയറങ്ങട് നിറയും. ഇത് വയറൊന്നേ ഉള്ളൂ, വായ 10 വായയിൽ കൂടെ വെള്ളം അങ്ങട് എത്തി തുടങ്ങി. വെള്ളം കയറി തുടങ്ങിയപ്പോൾ വയറ് അല്ലാണ്ട് അങ്ങോട്ട് നിറഞ്ഞു. അതോടുകൂടി ക്ഷീണിച്ചു, തളർന്നു, പൊങ്ങി തുടങ്ങി. കാർത്തികേയാർജുന മഹാരാജാവ് നോക്കിയപ്പോൾ എന്താണ് എന്നിട്ട് ജീവനുള്ളൊരു വസ്തുവാണല്ലോ. കുറേ ആൾക്കാരുണ്ടോ, കുറേ തലകൾ, അതല്ലല്ലോ, ഇതൊരു വിചിത്ര ജന്തുവാണല്ലോ. പിടിച്ച് തൂക്കി ഇങ്ങോട്ട് കരക്കിട്ടു. കണ്ടപ്പോൾ വർത്തമാനമൊക്കെ പറയാൻ പറ്റുന്നതാ തോന്നി. നീ ആരാ നീയേ? അപ്പോൾ ഊറ്റത്തിന് ഒരു കുറവില്ല, വെള്ളത്തിലൊക്കെ പൊങ്ങി കിടക്കാനല്ലോ. ഞാൻ രാവണൻ, രാക്ഷസ ചക്രവർത്തി. ഓഹോ, ആട്ടെ, ചക്രവർത്തി എങ്ങടാ ഇപ്പോൾ എഴുന്നള്ളുന്നത്? ഞാൻ ജയിക്കാൻ പുറപ്പെട്ടതാ. ജയിക്കേ? ആരെ ജയിക്കാനാ? കാർത്തവീര്യാർജുനെ. അപ്പോൾ ഇവർ നേരിട്ട് അറിയില്ല. രാവണൻ കേട്ടിട്ടേ ഉള്ളൂ കാർത്തവീര്യാർജുനന്. മുമ്പിൽ നിൽക്കുന്നത് അദ്ദേഹത്തിനാണെന്ന് അറിയുമല്ലോ. അങ്ങോട്ടെ കള്ള, നീ എന്നെ ജയിക്കാൻ പുറപ്പെട്ടതല്ലേ? ആട്ടെ, കുളിച്ച് ശുദ്ധമായിട്ടാവാൻ നിരീക്ഷിച്ചിട്ടാവില്ലേ വെള്ളത്തിലൊക്കെ മുങ്ങിയത്? അതല്ല, അതിങ്ങനെ അബദ്ധത്തിൽ പറ്റിയതാ. ഏതായാലും ഇപ്പോൾ അബദ്ധത്തിലാണല്ലോ, അബദ്ധം പറ്റിയതാണല്ലോ. ആ പോയിട്ട് പിന്നെയൊക്കെ ആലോചിച്ചിട്ട് വന്നിട്ട് പോരെ. ഇപ്പം ക്ഷീണമൊക്കെ ഉണ്ടല്ലോ, പിന്നെ എപ്പോഴാച്ചാൽ സൗകര്യം പോലെ ജയിക്കാനായിട്ട് പുറപ്പെട്ടാൽ പോരെ. രാവണൻ വച്ച കാലം എനിക്ക് വെക്കില്ല, അത് ഇപ്പം തന്നെ ജയിക്കണം, തീർച്ചയായും, സംശയമില്ല. അതെ, കാർത്തവീര്യാർജുനെ എങ്ങനെയാ ജയിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ജയിക്കാൻ പറ്റുന്ന സംശയമൊന്നുമില്ല. ക്ഷണനേരം മതി ജയിക്കണം. നിനക്ക് എന്നെ ജയിക്കണമല്ലേ? എന്നാ അവിടെ കിടക്ക്. പിടിച്ച് തൂക്കി യുദ്ധമൊക്കെ വേണ്ടി വന്നില്ല, ആയുധം തുടങ്ങി വന്നില്ല, നേരെ കാരാഗ്രഹത്തിൽ കൊണ്ടുപോയിട്ടു അടക്കുകയും ചെയ്തു. ലങ്കയെന്ന് രാവണൻ ഇടയ്ക്കിടയ്ക്ക് യുദ്ധത്തിന് പോലും പതിവുണ്ടല്ലോ, അങ്ങനെ പോകും. കണക്കില്ല, കുറച്ചു കാലം കഴിഞ്ഞാൽ ജയിച്ചു വരേണ്ട സമയമുണ്ട്. കാലം കഴിഞ്ഞിട്ടും വരേണ്ട സമയം കഴിഞ്ഞിട്ടും ആളെ കാണാനില്ല. എന്താ അത്? ചിലപ്പോൾ ശക്തനാവും, യുദ്ധം നീണ്ടതാവും, മന്ത്രിമാരൊക്കെ വിചാരിച്ചു. പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ടും വരുന്നില്ല, പരിഭ്രമായി തുടങ്ങി. എന്താ പറ്റിയേ നോക്കി. അങ്ങനെ അന്വേഷിച്ചപ്പോൾ കാർത്തവീര്യാർജുനൻ്റെ കാരാഗ്രഹത്തിലാണ് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോഴാണ് രാവണനെ ബന്ധിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ശക്തനാവും. ഇനി സൈന്യങ്ങളെയും കൊണ്ട് പോയിട്ട് ഒരു പ്രയോജനമില്ല, ബാക്കിയുള്ളവർ ചെന്നിട്ടും രാവണനെ മോചിപ്പിക്കാൻ പറ്റില്ല. ഉപായം കൊണ്ടേ സാധിക്കുള്ളൂ എന്ന് മനസ്സിലായി. പുലസ്ത്യവശം ചെന്ന് കണ്ടു പറഞ്ഞു. രാവണൻ്റെ മുത്തശ്ശനാണല്ലോ, ബന്ധിച്ചു. എന്താ ഇങ്ങയുടെ പൗത്രനെ ഒന്ന് രക്ഷിക്കണം, കാര്യമൊക്കെ പറഞ്ഞു. അതെ, വേണ്ടാത്ത പ്രവൃത്തിക്ക് പോയിട്ടല്ലേ, അനുഭവിച്ചോട്ടെ. അയ്യോ, അങ്ങനെ നിരീക്കരുത്, മറ്റാരും അല്ലല്ലോ, അങ്ങയുടെ പൗത്രനാണ്, അങ്ങ് മോചിപ്പിക്കണം. രാക്ഷസ വംശത്തിന് തന്നെ അല്ലെങ്കിൽ ക്ഷീണാണ്. എന്തായാലും ആവാൻ നിരീക്ഷിച്ച് പുലസ്ത്യൻ ചെന്നു. ചോദിച്ചാൽ തരില്ല എന്നറിയാം. അവിടെ ചെന്നപ്പോൾ വേണ്ട വിധത്തിൽ മാനിച്ചു. ഇത് വരാം ആമിനെ എന്നുള്ള അദ്ദേഹത്തിനെ സ്വീകരിച്ച് വഴിപോലെ പൂജിച്ചിരുത്തി ചോദിച്ചു, എന്താ മഹാമിനെ ഈ വഴിക്കൊക്കെ? ഞാൻ ഭിക്ഷാടനത്തിന് ഇറങ്ങിയതാ. ഭിക്ഷയോ? ഇവിടൊക്കെ അത് നേരെ അടുത്തേക്ക് തന്നെയാണെന്ന്. ഭിക്ഷ യാചിക്കാനായിട്ട് പുറപ്പെട്ടതാണ്. ഭിക്ഷ? ഞങ്ങളിങ്ങനെ മാഷുമാർ സന്യാസിമാരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പതിവുണ്ടല്ലോ ഭിക്ഷാടനം. അങ്ങനെ അങ്ങേ കണ്ട് ഭിക്ഷ യാചിക്കാനായിട്ട് വന്നതാണ്.
ആയിക്കോട്ടെ, ഭിക്ഷ വേണ്ട, അങ്ങ് എന്താ ആവശ്യപ്പെടുന്നത് വെച്ചാൽ ഞാനത് അങ്ങോട്ട് തരാം. രത്നം വേണോ, സ്വർണം വേണോ, മറ്റെന്തെങ്കിലും ദ്രവ്യങ്ങൾ വേണോ, അശ്വങ്ങൾ വേണോ, ഗജങ്ങൾ വേണോ, വേറെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ഞാൻ തരാം. ഒരു മടിയില്ലല്ലോ. അതേപോലെ ഒരാൾക്ക് ഭിക്ഷ യാചിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. എനിക്കതൊന്നും വേണ്ട, എനിക്ക് അന്ന് ഭിക്ഷ തന്നാൽ മതി. ഭിക്ഷ, അതെ, ഭിക്ഷ തന്നാൽ മതി. പക്ഷേ ഒന്നുണ്ട്, എനിക്ക് സത്യം ചെയ്തു തരണം. സത്യം ചെയ്തു തരേ. ഞാൻ ചോദിക്കണ ഭിക്ഷ എനിക്ക് അന്ന് തരാമെന്ന്. എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ തരാം. അതിനൊരു സത്യത്തിൻ്റെ ആവശ്യമുണ്ടോ? അല്ല, സത്യം ചെയ്യണം. അത് ബുദ്ധിയാവണ്ണം സത്യം ചെയ്യണം. അതിൻ്റെ വേണം, എന്നാലേ ഞാൻ സ്വീകരിക്കുള്ളൂ. അഗസ്ത്യനെ പോലൊരു മഹർഷി മടങ്ങി പോകാന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ? ആരാ അവിടെ സത്യത്തിനുള്ളത് ഒരിക്കുക? അഗ്നിസാക്ഷിയായിട്ട് സത്യം ചെയ്തു. എന്താണോ അന്ന് ഭിക്ഷയായിട്ട് ആവശ്യപ്പെടുന്നത് അത് തന്നോളാം. സത്യം 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 ചെയ്തു. ഇനി അങ്ങേക്ക് പറഞ്ഞൂടെ? പറയാം. എന്താ? എനിക്ക് രാവണ ഭിക്ഷയാണ് വേണ്ടത്. അമ്പട്ട താടിക്കാരാ, രാവണനെ രക്ഷിക്കാനുള്ള സൂത്ര. ചോദിച്ചാൽ കിട്ടില്ല എന്നറിയാൻ, പറ്റില്ല എന്നറിയാം. അതാ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചത്. സത്യം പാലിക്കാണ്ട് പറ്റൂലല്ലോ. ആരാ അവിടെ? കാരാഗ്രഹത്തുനിന്ന് രാവണനെ കൊണ്ടുവരൂ, രാവണനെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോൾ ഭടന്മാർ പോയിട്ട് തങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. രാവണനെ കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തി. ഇതേപോലെ കാട്ടുവിരാജിന് നോക്കി മഹാരാജാവ്. ദാനല്ല ചോദിച്ചേക്കണത്, രാവണനെ ദാനായിട്ട് തരണം എന്നല്ല പറഞ്ഞത്, ഭിക്ഷയാണ് ചോദിച്ചേക്കണത്. അമ്പട്ടതാരിക്കാരാ, ഞാൻ ശരിയാക്കി തരാം. ഭിക്ഷയല്ലേ വേണ്ടത്? അപ്പോൾ എങ്ങനെയാ സമ്പ്രദായിച്ചാൽ അതുപോലെ തന്നെ വേണം. അത് മാറ്റം വരുത്താൻ പറ്റില്ല. ഭിക്ഷ കൊടുക്കുമ്പോൾ ഉള്ളം കൈയിൽ ഒതുങ്ങിയതേ കൊടുക്കാൻ പാടുള്ളൂ എന്നാ, കൈക്കുള്ളിൽ ഒതുങ്ങിയതേ കൊടുക്കാൻ പാടുള്ളൂ എന്നാ. അത് നെല്ലായാലും അരി ആയാലും സ്വർണ്ണമായാലും ഭിക്ഷയായിട്ടാണെങ്കിൽ അത് നാണ്യമായാലും അത് കൊടുക്കുമ്പോൾ കൈക്കുള്ളിൽ ഒതുങ്ങിയത്, ഒരു കൈയോ രണ്ട് കൈയോ കൈക്കുള്ളിൽ ഒതുങ്ങിയതേ കൊടുക്കാൻ പാടുള്ളൂ. ദാനാണെങ്കിൽ എന്ത് വേണം? ആ വസ്തു മുഴുവൻ എടുത്തോളൂ കേട്ടോ എന്ന് പറയാം. പക്ഷെ ഭിക്ഷ കൊടുക്കുമ്പോൾ ഇതേ ഉള്ളൂ. ഭിക്ഷ യാചിച്ചത്, അത് ചോദിച്ചത് സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഭിക്ഷ തരണമെന്ന്. അപ്പോൾ മാറ്റി ചെയ്യാൻ പറ്റില്ല, ഉള്ള കയ്യിൽ ഒതുങ്ങാണ്ട പറ്റില്ല. എന്ത് ചെയ്തു? ദോർദണ്ഡപിണ്ഡീകൃത ആ ഇരുമ്പലക്ക പോലെയുള്ള 1000 കൈകളെ കൊണ്ട് ആ രാവണനെ അങ്ങട് ഉരുട്ടിയിട്ട് ഒരു ഉരുളയാക്കി അങ്ങോട്ട് കൊടുത്തു. ആരെ? കാർത്തവീര്യാർജുന മഹാരാജാവ് കൈകളെ കൊണ്ട് തൻ്റെ 1000 കൈകളെ കൊണ്ട് ആ രാവണനെ ഉരുട്ടി ഒരു ഉരുളയാക്കി കൊടുത്തു. ഇങ്ങനെ ഒരു രാവണന്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. കാർത്തവീര്യാർജുനൻ ഉരുട്ടിയിട്ടുള്ള ഒരു രാവണന്റെ കഥ. രാവണ, ഇനി മറ്റൊരു രാവണന്റെ കഥ ഞാൻ കേട്ട കഥയാണ് കേട്ടോ. ഈ പഴയണ്ടൊക്കെ തീർത്തോ. ഏകം നർത്തനദാതിധാന്യകബളോ നിത്യേന്ദ്രദാസീജനൈ. ആ രാവണനും ജയിക്കാനായിട്ട് മോഹൻലാലായിരുന്നു. ജയിക്കാനായിട്ട് പുറപ്പെട്ടു. ആരെ ജയിക്കാനാ? മഹാബലിയെ ജയിക്കാനായിട്ടാണ് പുറപ്പെട്ടത്. മഹാബലിയെ ജയിക്കാനായിട്ട് പുറപ്പെട്ട് അവിടെ ചെന്ന് ഗോപുരത്തിലെത്തിയുള്ളൂ. ബലിചക്രവർത്തിയെ കാണേണ്ട ആവശ്യമൊന്നും വന്നില്ല. പിന്നെയോ ഗോപുരം കാവക്കാരനെ പിടിച്ച് അവിടെ ഒരു തൂണുന്നു കൊടിമരത്തിൽ പിടിച്ച് അവിടെ കെട്ടിയിട്ടു. രാജധാനിയുടെ ആ ഗോപുരത്തിലെ കാവക്കാരായിട്ടുള്ള അസുരന്മാര് എന്ത് ചെയ്തു? പിടിച്ച് അവിടെ കൊടിമരത്തുമ്പോൾ പിടിച്ച് അവിടെ ബന്ധിച്ചു. അദ്ദേഹം അറിഞ്ഞ തന്നെ ഇല്ല ചക്രവർത്തി ഇവരെ എത്ര വേണ്ടി വന്നുള്ളൂ. ആ രാവണൻ അവിടെ ബന്ധനത്തിൽ ചങ്ങലേക്ക് കെട്ടി ആ കൊടിമരത്തിൽ അവിടെ കിടപ്പായി. കെട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്കും അത് അത്രയേ ഉള്ളൂ ശ്രദ്ധ. ഏതോ ശത്രു വന്നു, ഇവിടെ കിടക്ക് എന്ന് പറഞ്ഞാൽ ബന്ധിച്ചു പോയി. സാരം ദിവസമൊക്കെ കഴിഞ്ഞു, ഒന്നും കിട്ടുന്നില്ല, ആരും നോക്കുന്നുമില്ല. വിശപ്പും ദാഹമൊക്കെ കലച്ചിലായി, എന്തെങ്കിലും കിട്ടണ്ടേ. അപ്പോഴാണ് അസുര സ്ത്രീകൾ ഒരു ദിവസം കുറച്ച് ഒന്നിച്ച് അടുത്തുകൂടെ പോകുന്നുണ്ട്. അക്കരെ കൂടെ പോയിട്ടൊക്കെ വിളിച്ചിട്ടൊന്നും കേൾക്കില്ല. അപ്പോൾ രാവണന്റെ സമീപത്തു കൂടെ അസുര സ്ത്രീകൾ ദാസികളെ അവിടുന്ന് ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ അവരോട് വിളിച്ച് ചോദിച്ചു, അതെ ഞാൻ ഒന്ന് നിൽക്കുമോ? പരമദയനീയായിരുന്നു, കാരണം ആ ബന്ധനത്തിലാണല്ലോ കിടക്കുന്നത്. അതെ, ഞാൻ നിങ്ങളോടാണ്, ഒന്ന് നിൽക്കുമോ? ശബ്ദം കേട്ടിട്ട് ഇടി ആരാ വിളിക്കുന്നത്? അപ്പോൾ അവിടുന്ന് കൊടിമരത്തിൻ്റെ അടുത്തുനിന്ന് അവിടെ ആരൊക്കെയും ഉണ്ടല്ലോ. ഈ ആരൊക്കെയും ഇല്ല, വിചിത്രമായിട്ടുള്ളൊരു വിധാനം. ഉടലൊന്നേ കാണാനുള്ളൂ, തല കുറേ ഉണ്ടെന്നേ ഉള്ളൂ. ഏതായാലും വാ നോക്കാം. എന്താ, നീയാണോ വിളിച്ചത്? അതെ ഞാനാ. ആട്ടെ, എന്തിനാ വിളിച്ചത്? അല്ല, ഒരു കാര്യം ചോദിക്കാനാ. എന്താ? ഇവിടെ അരിവെപ്പൊന്നും പതിവില്ലേ? അരിവെപ്പ് പതിവില്ലേന്നോ? അരിവെപ്പൊന്നും. എന്താ ഇപ്പം അങ്ങനെ ഒരു സംശയം തോന്നാൻ? അല്ല, എന്നെ ഇപ്പം കുറച്ച് ദിവസമായി ഇവിടെ കെട്ടിയിട്ടെ എനിക്കൊന്നും തരുന്നില്ല. ചോറൊക്കെ കെട്ടിയിട്ട് കുറേ കാലമായി ഇവിടെ വന്നിട്ട് ഒന്നും തരായിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചതാ, അരിവെപ്പ് പതിവില്ലേന്ന്.
ഇവിടെ അരിവപ്പൊക്കെ പതിവുണ്ട്, ഞങ്ങൾക്ക് ഉണ്ണാനായിട്ട് പോവാം, ക്ഷേമമായിട്ട് ഉണ്ടെന്ന് എല്ലാവർക്കും തരുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ അതിനായിട്ട് പുറപ്പെടാം. അയ്യോ എന്നാ ഒരു കാര്യം ചെയ്യോ, എനിക്കും കൂടി കുറച്ച് ചോറ് തരുമോ? അയ്യോ അത് തീർത്തില്ല, എനിക്ക് ആരാന്നെ ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ പരിചയപ്പെട്ടില്ലേ, അതുകൊണ്ട് കാര്യമില്ല. എന്നെ ആരാ അവിടെ കെട്ടിയത്? കെട്ടിയോനല്ലേ ജനവിന് തരണ്ടേ? കെട്ടിയോനോട് ചോദിച്ചോ. കെട്ടിയോനെ അറിയില്ല. കെട്ടിയോനെ അറിയില്ലാന്നോ? ആരാ ഇവിടെ ബന്ധിച്ചത് അറിയില്ല. അയ്യോ അത് ഞങ്ങൾ വിചാരിച്ചാൽ നിവർത്തിയില്ല, ഞങ്ങൾക്ക് തരാൻ നിവർത്തിയില്ല, അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഉണ്ണാൻ പോവല്ലേ, അതെ മടങ്ങി ഒരു ഉരുള കൊണ്ടുവരുമോ കയ്യിൽ, അത് തന്നാലും മതി. അല്ലാണ്ട് വിശന്നിട്ടാ രാവണ. ആ രാവണന്റെ അവസ്ഥ ആലോചിക്കണം. ആ അസുര സ്ത്രീകളോടാ യാചിച്ചത്. അവർ പോയി ഇന്ന് ചോദിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ഒരുത്തി, എടി എന്താടി, അതെ അവിടെ ഒരു വിദ്വാനില്ലേ, വല്ലാണ്ട് വിശന്നിട്ടല്ലേ നിലവിളിക്കണത്, ഒരു ഉരുള കൊണ്ട കൊടുക്കാൻ. വേണ്ട, സ്വാമിയൊക്കെ അറിഞ്ഞ ആരാ കെട്ടിയെന്ന് തന്നെ അറിയില്ല. ആ ചുണ്ടിയെടുത്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, നമ്മളോടാവും കോപം. എടി ആരും അറിയില്ല, വേണ്ട, ഞാൻ ഏതായാലും ശേഷിച്ചതല്ലേ ഒരു എച്ചിലൂരിലാണെങ്കിലും ഞാൻ കരുതുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും. അവൾ കയ്യിലെടുത്തു. അപ്പോൾ ബാക്കിയുള്ളവരും എന്നാൽ വൃത്തിയായിട്ട് വേണ്ട, എല്ലാവരും എടുക്കാച്ച അവർ ഓരോ ഉരുള കെട്ടി. ആദ്യത്തോള് ഇതും കൊണ്ട് ഇവിടെ വന്നു, പിന്നീട് പിടിച്ചുള്ളൂ. അപ്പോൾ ഈ ചോറിൻ്റെയൊക്കെ കറികളുടെ ഗന്ധമൊക്കെ വരുന്നുണ്ട്. അത് വന്നപ്പോൾ തന്നെ കാണുന്ന എന്തോ കൊണ്ടുവരുന്നത് മനസ്സിലായി. ആ ഘ്രാണശക്തിയൊക്കെ ഉണ്ട്, 10 മൂക്കാണല്ലോ, നല്ലോണം ഇങ്ങനെ വന്നു. ഇവിടെ എത്തിയപ്പോൾ ഇതിങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ ചാടിത്തുടങ്ങി. ആ ചങ്ങലയിൽ നിന്ന് ആക്രാന്ത കാരണം ഇത് വെളി കണ്ടു. നിനക്ക് നൃത്തം ചെയ്യാൻ അറിയില്ലേ? നൃത്തം ചെയ്തൊന്നുമല്ല, ആക്രാന്തം കൊണ്ട് ചാടിയതാ. ഇത് ഞാൻ നൃത്തം ഇങ്ങനെ തന്നെയാ നൃത്തം ചെയ്യാം. അതെ എന്നാൽ കുറച്ച് നൃത്തം ചെയ്യാൻ. അയ്യോ എനിക്കത് പറ്റില്ല, എന്നാൽ ഞാൻ ഇത് തരാൻ നൃത്തം ചെയ്താ. അയ്യോ ഞാൻ നൃത്തം ചെയ്താലേ ഇപ്പം കാണിച്ച പോലെ കാണിച്ചാൽ മതി. അങ്ങോട്ട് ചാട്, ചാടി ഇങ്ങോട്ട് ചാട്. രാവണ ആലോചിക്കണം, ആ അസുര സ്ത്രീ കാണിക്കണതിനനുസരിച്ച് ആ രാവണൻ നൃത്തമൊന്നുമല്ല, ഗോഷ്ഠി കാണിക്കുക, അങ്ങോട്ട് ചാടുക അങ്ങോട്ട് ചാടുക. എന്നാ പിടിച്ചോ, ഇതാണ് കൊടുത്തു. കൊടുത്തപ്പോൾ 10 വായും പൊടിച്ചു, ഒരു വായിലേക്ക് ഉള്ള ചെടി. മറ്റുള്ളവർ പിന്നാലെ വന്നു, കൊടുക്കാൻ പറ്റേ. പിന്നെ നൃത്തം അറിയാം. ശിവ ഒരെണ്ണത്തിൻ്റെ മുമ്പിൽ ചാടിയിരിക്കുക എല്ലാവരുടെയും വേണ്ടി വരും. പക്ഷെ നൃത്തം ചെയ്യിച്ചു കൊടുത്താൽ മതി. ആ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കാണിച്ചു തുടങ്ങി, ചാടിച്ചു തുടങ്ങി. ഇങ്ങനെ ഏകം നർത്തനദാപിതാന്നകബളോ അവിടുത്തെ ദാസികളുടെ മുമ്പിൽ നൃത്തമല്ല, ചാടി കളിച്ച് ഗോഷ്ഠി കാണിച്ചു രാവണനെയും കേട്ടിട്ടുണ്ട്. ഇനി ഇത് രണ്ടും പോട്ടെ, സാരല്ലേക്ക അന്യം വാക്കുതുമഭദ്രഭ. ഇവിടെ ലജ്ജയില്ലാത്തവനെ എന്നോട് പറയാൻ തന്നെ എനിക്ക് ലജ്ജയുണ്ട്. ആ കഥ എന്താ, അത് ഞങ്ങളെ കൂടി ബാധിക്കുന്ന ഒരു കഥയാണ്. ജയിക്കാനായിട്ട് പുറപ്പെട്ടത് തന്നെയാണ് ആ രാവണനും. ആ രാവണൻ ലങ്കയിലിരിക്കുന്ന ദിവസം ഒരു ദിവസം ശ്രീനാരദ മഹർഷി കാണാനായിട്ട് വന്നു. യോഗസഞ്ചാരിയാണല്ലോ. ആ നാരദ മഹർഷി എത്തിക്കഴിഞ്ഞപ്പോൾ രാവണൻ വേണ്ട പോലെ മാനിക്കുണ്ടായില്ല. നാരദ ഇരിക്കൂ, പുറംകാലോണ്ട് വേഗം അങ്ങോട്ട് തട്ടി നീക്കിയിട്ടാ ഇരിക്കാൻ പറഞ്ഞത്. ശ്രീനാരദ മഹർഷി അത് കണക്കാക്കിയില്ലേ, വേഗം അവിടെ ഇരുന്നു. അതെ നാരദ, എന്തൊക്കെയുണ്ട് ലോകവർത്തമാനങ്ങൾ? ഞാൻ തന്നെയല്ലേ ഇപ്പോൾ ലോകനാഥൻ, എല്ലാവരും എന്നെ മാനിക്കണില്ലേ? ജയമ അവനല്ലേ ലോകനാഥൻ, മര്യാദയും ജയമായില്ലോ, പാഠം പഠിപ്പിക്കണമെന്ന് അദ്ദേഹവും ചോദിച്ചു. രാവണ, അങ്ങല്ലേ ലോകനാഥൻ എന്ന് ചോദിച്ചാൽ സംശയമില്ല, അങ്ങല്ല ലോകനാഥൻ. പക്ഷേ ആണോ എന്ന് ചോദിച്ചാൽ ചിലര് ഇപ്പോൾ അല്ലാന്നും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്ത്, ഞാനല്ല ലോകനാഥനോ? ആരാ അങ്ങനെ പറയണത്? അവൻ്റെ കഥ കഴിച്ചിട്ട് ശേഷം കാര്യം. ശുദ്ധി എടുക്കാനൊന്നും ഇല്ല, അത്രയ്ക്കൊന്നുമില്ല. ചില കഥയില്ലാത്ത വിഡ്ഢികളെ പറഞ്ഞു തുടങ്ങി. ചോദിച്ചുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഏത് കാലത്തും ഏത് രാജ്യത്തും ഉണ്ടാവുമല്ലോ തലതിരിഞ്ഞ ചിലരെ. അങ്ങനെ ചിലര് കഥയില്ലാത്തവര് അങ്ങല്ലാന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതാ ചോദിച്ചത്, ആരാ അങ്ങനെ പറയണത് വെച്ചാൽ അവരുടെ കഥ കഴിക്കണം. ഞാൻ പറയണമെന്ന് ആലോചിച്ച് തോന്നരുത്. അങ്ങനെ ഒരാളുടെ കഥ കഴിച്ചാൽ വേറൊരാൾ പറയും. അപ്പോൾ പിന്നെ അയാളുടെ കഥ കഴിക്കണം. അയാളുടെ കഥ കഴിച്ചാൽ മറ്റൊരാൾ പറയും. അപ്പോൾ പിന്നെ ഇതിന് നേരം ഉണ്ടാവുള്ളൂ. അങ്ങേക്ക് വേറെ ഒന്നിനും സമയം ഉണ്ടാവില്ല ഈ ഇങ്ങനെ പറയുന്നവരുടെ കഥ കഴിക്കാൻ. എന്നിട്ട് ഞാൻ ഒന്നും ചെയ്യണ്ടെന്നാണോ നാരദൻ പറയണത്? ആ ഏട്ടങ്ങളെ ഒന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യണ്ടെന്നല്ല പറഞ്ഞത്. ഇങ്ങനെ അങ്ങല്ല എന്ന് പറയുന്ന ആൾക്കാരുടെ കഥ കഴിക്കാൻ പുറപ്പെടുന്നേക്കാൾ എളുപ്പമുള്ള ഒരു വിദ്യ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. അതെന്താ? അല്ല, അങ്ങല്ലാതെ നാഥൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നാഥൻ ഇല്ലാതെ കണ്ട് ലോകത്തിൽ ആരും ഉണ്ടാവില്ലല്ലോ, പറ്റില്ലല്ലോ. ഒരാൾക്കും ഒറ്റയ്ക്ക് കഴിയാൻ പറ്റില്ല, ഒരു നാഥൻ വേണം. അപ്പോൾ അങ്ങല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവർക്കൊരു നാഥൻ ഉണ്ടാവുമല്ലോ. ആഹാ, ഞാനല്ലാണ്ട് ഒരു നാഥനോ? ഇല്ലാണ്ട് പറ്റില്ലല്ലോ. അങ്ങല്ല എന്ന് പറയുമ്പോൾ അവർ ഒരു നാഥനുണ്ടാ.
ആരാത്? അത്ര ഗൗരവത്തിലും ചോദിക്കണ്ട, സാരായിട്ടുള്ള ഒന്നാണ്. അവന്റെ കഥയോട് കഴിച്ചാൽ മതിയല്ലോ. അപ്പൊ പിന്നെ പറയാനില്ല അവർക്ക് നാഥൻ ഇല്ലാണ്ടാവും. അപ്പൊ അങ്ങനെ നാഥൻ ആരുടെ? അപ്പൊ അനവധി ആൾക്കാരുടെ കഥ കഴിക്കുന്നേക്കാൻ ഭേദം അവരാരെയാണോ നാഥനാക്കി കണക്കാക്കിയിട്ടുള്ളത് അവന്റെ കഥ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവനെ ബന്ധിച്ചാൽ മതി, അത്രേ ഉള്ളൂ, അത്രയ്ക്കേ വേണ്ടൂ. ആട്ടെ, ആരാ അവരുടെ നാഥൻ? കേക്കട്ടെ. നാഥൻ എന്നൊക്കെ പറഞ്ഞാൽ കേട്ടാ അങ്ങനെ തന്നെ പരിഹാസമായിട്ട് തോന്നും. ഒരു വാനരനാ കുരങ്ങൻ. എന്ത്? ഒരു വാനരൻ ലോകനാഥനോ? അതല്ലേ, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ആരെ വേണമെങ്കിലും നാഥനാക്കണ കാല അല്ലേ? ഏത് കുരങ്ങനെ വേണമെങ്കിലും കുറെ ആൾക്കാർ പിന്നാലെ കൂടണമെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അങ്ങനെ ഈ കുരങ്ങൻ തന്നെയാ കേമൻ അങ്ങോട്ട് പറഞ്ഞാൽ കേമനാവും, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കണക്കാക്കാല്ല. എന്നാലും ഒരു വാനരൻ ഇതേ പറഞ്ഞത് കഥയില്ലാത്ത ചിലർ കൂടി അവനെ. അതെ, എന്താ അവന്റെ പേര്? പേരിപ്പോ കുരങ്ങന്മാർക്കാണ് നാളും പേരൊക്കെ ഉണ്ടോ ചോദിച്ചാൽ എനിക്ക് അത്ര നിശ്ചയില്ല. എന്നാലും അവനെ വിളിക്കണത് ശരിയായിട്ടുള്ള പേരാണോ എന്നറിയില്ല. ബാലി ബാലി എന്നൊക്കെ പറയും. എന്ത് ബാലിയോ? അങ്ങനെയാണോ എല്ലാവരും വിളിക്കണത്. അതെ, എവിടെ അവന്റെ രാജധാനി? കുരങ്ങന്മാർക്ക് രാജധാനിയോ? നല്ല മരത്തിന്റെ കൊമ്പത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കും. മഴയോ വെയിലൊക്കെ ഉണ്ടെങ്കിൽ വല്ല പാറിന്റെ ഇടയിലോ ഗുഹയിലോ പോയിരിക്കും, അത്രേ ഉള്ളൂ. അല്ല, അപ്പൊ രാജാവ് ലോകനാഥന്റെ പറയലല്ലേ ഉള്ളൂ. കുരങ്ങന്മാരുടെ എന്ത് നാഥൻ, എന്ത് രാജ്യം, രാജധാനി. അപ്പൊ അവൻ രാജധാനി ഇല്ല, അങ്ങനെയല്ല. അപ്പൊ എവിടെ ചെന്നാലും അപ്പൊ അവനെ കാണുക യുദ്ധത്തിനോ? അല്ല, അപ്പൊ അവനെ ജയിക്കണമെങ്കിൽ യുദ്ധം വേണ്ടേ? യുദ്ധത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു വാനരൻ എന്ന് പറഞ്ഞില്ലേ, അത്രേ ഉള്ളൂ. ബന്ധിച്ചിങ്ങോട്ട് കൊണ്ടുവരിക വേണ്ടു. ഇവിടെ ഒരു കൂടുണ്ടാക്കി ഇട്ടാൽ രാഷ്ട്ര കുട്ടികൾക്ക് കളിക്കാം. രംഗയില് കുരങ്ങന്മാരില്ലല്ലോ, അവർക്ക് കാണിച്ചു കൊടുക്കാം, കുട്ടികൾ കളിച്ചോളും, അത്രേ ഉള്ളൂ. ആട്ടെ, അവനൊരു രാജ്യമില്ല, സ്ഥിരമായിട്ടൊരു സ്ഥലമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എവിടെ ചെന്നാലും അപ്പൊ അവനെ കാണാം. അത് ശരിയാ, അറിയാണ്ട് പറ്റില്ലല്ലോ. ആട്ടെ, ഇപ്പൊ സമയം. വാനരനാണെങ്കിലും അവന് ചില കാര്യത്തിലൊക്കെ നല്ല നിഷ്കർഷ, മറ്റുള്ളവരുടെ പോലെയല്ല, മനുഷ്യരെക്കാൾ നിഷ്കർഷ. സന്ധ്യാവന്തനാദികളെ ഒത്തിരി ഇല്ലാണ്ടേയിരുന്നേ. അവന് സന്ധ്യാവന്തനാദി കാര്യങ്ങളിലൊക്കെ നല്ല നിഷ്കർഷ. അതും 4 സമുദ്രത്തിലെ വെള്ളത്തിൽ തർപ്പണം, ഇങ്ങനെയൊക്കെ അവൻ്റെ ഒരു സമ്പ്രദായം. എത്ര കേമ! ആ കാര്യത്തിലൊക്കെ മഹാകേമനാ. ആട്ടെ, ഇപ്പൊ എവിടെ ഉണ്ടാവുക? ഇപ്പൊ സമുദ്രത്തിന്റെ തീരത്ത് തർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്യാം. എന്ത്? ഞാൻ സൈന്യങ്ങളോടൊക്കെ പുറപ്പെടാൻ പറയാം. എന്തിന്? യുദ്ധത്തിന്. കുരങ്ങന്റെ നേരെ യുദ്ധം. ആലും ബഹളമൊക്കെ ആയിട്ട് ചെന്നാൽ ആ ശബ്ദം കേട്ടാൽ തന്നെ അവൻ പേടിച്ചോടും, പിന്നീട്ട് കാണൂല്ല, അവനെ ബന്ധിക്കാനും പറ്റില്ല. അപ്പൊ അവൻ നാഥനായിട്ട് ഇങ്ങനെ നടന്നോട്ടേന്നോ? അല്ല, സൈന്യം ഇല്ലാണ്ട് യുദ്ധം. കുരങ്ങന്മാർക്ക് നേരെ സൈന്യം വേണ്ട, ഒന്നും വേണ്ട, അങ്ങ് ഒറ്റയ്ക്ക്, ഞാൻ ഒറ്റയ്ക്ക്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ നാരദ മഹർഷി പറഞ്ഞപ്പോ അത് ശരിയാ തോന്നി. നാരദ, അപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് ചെയ്താൽ വിചാരിച്ച പോലെ ആവും, പോരെ? അത് മതി. എന്നാ എന്താ ചെയ്യണ്ടേ? ഞാൻ ആ ആയുധമൊക്കെ എടുത്തു വരാം. ആയുധം എന്തിനാ? അല്ല, അവന്റെ നേരെ ദ്വന്ദ്വയുദ്ധം. കുരങ്ങന്റെ നേരെ ആയുധാഭ്യാസം ഇല്ലാത്ത കുരങ്ങന്റെ നേരെ ആരെങ്കിലും ആയുധം കൊണ്ടുപോകും? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ല, ഒരു വാളെങ്കിലും ഒന്നും വേണ്ട. പിന്നെ വേണമെങ്കിൽ ഒരു കയറ് കരുതിക്കോളൂ, ഒരു കയറിൻ്റെ കഷ്ണം. വലിയ കയറിന് വേണമെന്നില്ല. എന്താ, പിടിച്ചു കഴിഞ്ഞാൽ ആ കയ്യും കാലുമൊക്കെ കൂടി ഒന്ന് കൂട്ടിക്കെട്ടി ഒന്ന് തടഞ്ഞിടാം, ഒന്ന് ബന്ധിച്ചിടാം, ചാടി പോകാണ്ടിരിക്കുക, അത്രേ വേണ്ടൂ. അപ്പൊ സൈന്യം വേണ്ട, സംശയിക്കണ്ട. ആയുധം വേണ്ട, അതും വേണ്ട. വാളും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങട് ചെയ്താൽ വിചാരിച്ച പോലെ ആവും, പോരെ? മതി. ഞാൻ പോവല്ലേ? വിരോധമില്ല. അങ്ങ് ഇനിയിപ്പോൾ ഒരുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, പോകുന്നുള്ളൂ. രണ്ടാളും കൂടി നാരദ, ഞാൻ കേട്ട കഥയാണ്, രാവണ, ഞാൻ കേട്ട കഥയാണ് കേട്ടോ. നാരദ മഹർഷിയും ആ രാവണനും കൂടി അവിടുന്ന് പുറപ്പെട്ടു. രണ്ടാൾക്കും ആകാശ സഞ്ചാരം പറ്റുമല്ലോ. രണ്ടാളും ആകാശത്ത് കൂടെയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രാവണൻ ചോദിച്ചു, നാരദ എത്താറായോ? ഞാൻ അധികമില്ല. അല്ല, കുറച്ചായില്ലോ പോരണോ? പറഞ്ഞല്ലേ, സമുദ്രത്തിന്റെ തീരത്ത് എത്തണല്ലോ, സമുദ്രം കണ്ടിട്ടില്ലോ. അത് ശരിയാ. ആട്ടെ, ഇനിയിപ്പോ അധികമില്ല, കുറച്ചു ദൂരം കൂടി ചെന്നു. നാരദ, സമുദ്രത്തിന്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, എത്താറായി എന്നാ തോന്നുന്നത്. കുറച്ചും കൂടിയും ചെന്നു സമുദ്രം. നാരദ, ഇനി അധികമില്ല, കുറച്ച് ചെന്നു. നാരദ, അതാ അവിടെ ഒരു മല, വലിയൊരു കുന്ന്, അതിന്റെ അപ്പുറമാണോ ഇപ്പൊ ഈ ബാലി ഇരിക്കണത്? എവിടെ? അതാ അവിടെ സമുദ്രത്തിന്റെ തീരത്തെ ഒരു വലിയ മല, ഒരു കുന്ന്, അതിന്റെ അപ്പുറത്താവില്ലേ ഇപ്പൊ അവൻ സന്ധ്യാവന്തനത്തിന് ഇരിക്കണത്? രാവണ, അത് മലയും കുന്നൊന്നും അല്ല, അതാണ് ഞാൻ പറഞ്ഞ ബാലി. അയ്യോ, ഞാൻ നാരദ പിന്നെ വരാം നാരദ.
എവിടേക്കാ അങ്ങനെ ഈ പേടിച്ചു ഓർന്നത്? അല്ല പേടിച്ചിട്ടല്ല നാരദ, ഒന്ന് പോയിട്ട് പിന്നെ കഷ്ടം. കൈലാസപർവ്വതം എടുത്ത അമ്മാനാടിയാള്, ത്രൈലോക്യം ജയിച്ച ആള് എന്നൊക്കെ പറഞ്ഞ് കേമത്തം നടിക്കുന്ന ആള് ഒരു കുരങ്ങനെ കണ്ട് പേടിച്ചു. അല്ല നാരദ, കുരങ്ങെന്ന് പറഞ്ഞാൽ അത് വലിയൊരു പർവ്വതം പോലെ തന്നെയാണ്. ഈ പൊണ്ണത്തടിയുള്ളൂ, ഉള്ളു പൊള്ളയാണ്, പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് ചെയ്താൽ മതി, വിചാരിച്ച പോലെയാവും. അല്ലാതെ കഷ്ടം. അങ്ങിപ്പോൾ പിന്തിരിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക അറിയോ? ലോകര് പരിഹസിക്കും. അതിനിപ്പോൾ വേറെ ആരും ഇല്ലല്ലോ, അവന് അങ്ങനെ തിരിഞ്ഞിട്ടായിരിക്കണം, നമ്മളെ കണ്ടിട്ടുമില്ല. ഞാൻ നാരദൻ ആരോടും പറയണ്ടാച്ചാൽ മതി, ഞാൻ പറയില്ല. രാവണ, എന്താ അങ്ങനെയും പറയണത്? ഞാൻ പറയേണ്ട ആവശ്യം എന്താ? അതിനോടൊന്ന് നോക്കൂ, ഇവിടേക്ക് മേപ്പെട്ടൊന്ന് നോക്കൂ. ഇന്ദ്രൻ 1000 കണ്ണുകളും എപ്പോഴും തുറക്കാറില്ല, ഇപ്പോൾ തുറന്നിട്ട് തന്നെ ആയിരിക്കണം. ബാക്കി എല്ലാ ദേവന്മാരും നോക്കിയിരിക്കുന്നുണ്ട്. രാവണ, അങ്ങ് പേടിച്ചോടന്ന് കണ്ടാൽ അവരൊക്കെ ദേവന്മാർ പരിഹസിക്കും. നോക്കിക്കോളൂ. നോക്കിയപ്പോൾ ശരിയാ, എല്ലാവരും തുറച്ചു വെച്ച് അമ്പട കള്ളന്മാരെ, ഞാൻ പേടിച്ചോടുന്നത് കാണാതിരിക്കുകയല്ല, എന്നാ ഞാൻ ഓടില്ല. നാരദ, ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് ചെയ്താൽ മതി, നീ ശബ്ദമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. അവൻ്റെ അടുത്ത് അങ്ങോട്ട് ചെയ്യുക. ഈ കുരങ്ങന്മാരുടെ വാലിന് ആ ശൗര്യം കേട്ടണം. ആ വാലുമല അങ്ങോട്ട് പിടിക്കുക, ഒരു കൈ കൊണ്ട് ആ വാലുമ അങ്ങോട്ട് പിടിക്കുക, എന്നിട്ട് നല്ലോണം അങ്ങോട്ട് വലിക്കുക, തലയ്ക്ക് മീതെ അങ്ങോട്ട് ചുറ്റുക, എന്നിട്ട് ഉപ്പുവെള്ളത്തിൽ അങ്ങോട്ട് മുക്കുക, കൊണ്ടുപോവുക, ലങ്കയിൽ ചെന്ന് കൂടുണ്ടാക്കി അടയ്ക്കുക. അത്രേ വേണ്ടൂ. അല്ല നാരദ, വലിയ അതിന് തൂക്കാൻ ഞാൻ പറഞ്ഞില്ല, ഉള്ളു പൊള്ളയാ, കനൊന്നുമില്ല, ചെന്നങ്ങോട്ട് ചെയ്താൽ മതി. രാവണ, ആ രാവണന് കേട്ടപ്പോൾ ശരിയാ തോന്നി, ചെന്നു. കുരങ്ങ, ഒന്നും ചെയ്യരുത് കേട്ടോ, ഞാനൊന്ന് പിടിക്കണേ ഉള്ളൂ. പിടിച്ചപ്പോൾ ഉപദ്രവമൊന്നുമില്ല, കണ്ടപ്പോൾ ഒന്നങ്ങോട്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ അതൊന്നങ്ങോട്ട് മുറുകി, പിന്നെ കൈക്ക് കിട്ടാണ്ട് എന്താ നാരദ, എന്താ പിടിച്ചില്ലേ? പിടിച്ചു കുടുങ്ങി. എന്താ പിടിച്ചു കുടുങ്ങി? അല്ല എൻ്റെ കയ്യും എൻ്റെ വാലുമ കുടുങ്ങി. കൈ വാലുമ കൊടുക്കാനല്ലോ പറഞ്ഞേ, പിടിച്ച് വലിക്കാനല്ലേ. ഞാൻ വലിച്ചപ്പോൾ കുടുങ്ങിയുണ്ടായത്. വലിച്ചപ്പോൾ കുടുങ്ങുന്നു. നല്ല ശക്തിയിൽ വലിക്കൂ. ശക്തിയിൽ വലിക്കുമ്പോൾ നല്ലോണം കുടുങ്ങി. ഇതിങ്ങോട്ട് കിട്ടണില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യാ? കിട്ടണില്ല, എന്താ ചെയ്യാ? ആട്ടെ, ഒരു കാര്യം ചെയ്യൂ. ഒരു 2 കൈ കൊണ്ട് ഒന്നിച്ച് നല്ല ശക്തിയിൽ ആ പൃഷ്ഠത്തിൽ അങ്ങോട്ട് പ്രഹരിക്കുക. അതോടുകൂടി ആ വാലഴിയും. അപ്പോൾ ആ കുടുങ്ങിയ കൈ വലിച്ചു വരിക, വാലുമ കിടത്ത് പിടിക്കുക, തലയ്ക്ക് മീതെ ചുറ്റുക, ഉപ്പുവെള്ളത്തിൽ മുക്കുക, കൊണ്ടുപോവുക. ഒപ്പം കഴിയണം കേട്ടോ. കേട്ടപ്പോൾ ശരിയാ തോന്നി. ഒരു 2 കൈയും കൊണ്ട് അങ്ങോട്ട് ചെന്നു. അങ്ങോട്ട് പ്രഹരിക്കേണ്ട താമസം, അതും അവിടെ കുടുങ്ങി. നാരദ, 2 1 3 അത് 2 1 5 ആവില്ലല്ലോ, അത് 3 തന്നെയാ. അതല്ല നാരദ, എൻ്റെ 5 കൈ വാലുമ കുടുങ്ങി. ഞാൻ കൊടുക്കാനല്ലല്ലോ പറഞ്ഞത്, കൊടുക്കാനും അല്ല പറഞ്ഞത്, വലിച്ചപ്പോൾ കുടുങ്ങി. നാരദ, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന്? ആട്ടെ, ഒരു കാര്യം ചെയ്തോളൂ. ഇപ്പോൾ 3 കൈയല്ലേ ആയുള്ളൂ. അതെ, ഒരു 7 കൈ കൊണ്ട് നല്ല ശക്തിയിൽ അങ്ങോട്ട് പ്രഹരിച്ചോളൂ. ആ ശക്തി അത്രയും കൊടുക്കണം കേട്ടോ. അതോടുകൂടി വാല് വേദനിക്കണം. ആ പൃഷ്ഠത്തിലേക്ക് അങ്ങോട്ട് പ്രഹരിക്കുമ്പോൾ വേദനിക്കണം. വാല് അയയണം. 3 കൈ ഊരണം. വാലുമ കിടന്ന് പിടിക്കണം. തലയ്ക്ക് മീതെ ചുറ്റണം. ഉപ്പുവെള്ളത്തിൽ മുക്കണം. കൂടുണ്ടാക്കിയിടണം. ഒപ്പം കഴിയണം, താമസിക്കരുത്. പറഞ്ഞപ്പോൾ ശരിയാ തോന്നി. 7 കൊണ്ട് ചേർന്നു. നാരദ, 7 3 10 അതിപ്പോഴല്ല, പണ്ടും അങ്ങനെ തന്നെയാണ്. 7 3 10 തന്നെയാണ് നാരദ. അതല്ല, 10 ഇവിടെ കുടുങ്ങി. ഇങ്ങനെ ധ്യാനശീലനായ ബുദ്ധിമുട്ടാട്ടോ. ഒക്കെ അങ്ങോട്ട് കൊണ്ടങ്ങനെ കൊടുക്കുക. കൊടുത്തതല്ല നാരദ, കുടുങ്ങിയതാ. ആട്ടെ, എത്ര കൈ ബാക്കിയുണ്ട്? ഒരു 10 കൈയുണ്ട്. ആ 10 കൈ കൊണ്ട് നല്ല ശക്തിയിൽ, കൈ ബാക്കിയുണ്ടല്ലോ, ഇല്ല 10 ഉള്ളൂ, അതോട്ട് അങ്ങോട്ട് പ്രയോഗിക്കുക. അതോടുകൂടി കുടുങ്ങിയ കൈ വലിച്ചൂരണം, വാലുമ പിടിക്കണം, തലയ്ക്ക് മീതെ ചുറ്റണം. കേട്ടപ്പോൾ ശരിയാ തോന്നി. 10 കൈ കൊണ്ടായിരിക്കുന്നു. നാരദ, 10 10 20 എനിക്കറിയാന്ന് പറഞ്ഞില്ലേ, അത്യാവശ്യം കണക്കൊക്കെ കൂട്ടായി. അതല്ല നാരദ, 20 കയ്യും വാലുമിലായി. ഇതെന്താ അവിടെ വല്ല പശയൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒട്ടിപ്പിച്ച് കൊടുക്കാൻ? അതല്ല നാരദ, വാല് കുടുങ്ങിയല്ല, വാലുമ കൈ കുടുങ്ങി. അപ്പം എന്താ സംഭവിക്കണത്? ഓരോ എണ്ണം പറയുമ്പോഴും ബാല്യം അതിന് ഭാഗത്തിനാണ് വാല് വളയ്ക്കുന്നത്. ആ 1 എന്ന് പറഞ്ഞപ്പോൾ 1, 2 പറഞ്ഞപ്പോൾ 2, 7 പറഞ്ഞപ്പോൾ അതിനൊരു കണക്കാക്കിയിട്ടാണ്, കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി എന്താ നാരദ ചെയ്യാം? ആട്ടെ, ഇപ്പോൾ 1 മാർഗമുള്ളൂ. തലയല്ലേ ഉണ്ട്, 10 ഉണ്ടല്ല, പ്രവൃത്തി കണ്ടപ്പോൾ ഇല്ലാന്നാ തോന്നിയത്, അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. ആ ഒരു തല കൊണ്ട് നല്ല ശക്തിയിൽ അങ്ങോട്ട് ഇടിക്കുക പൃഷ്ഠത്തിലേക്ക്. കനം വേണം കേട്ടോ. അതോടുകൂടി ആ വേദനയ്ക്കും, വാലഴിയും, കൈ ഊരിയെടുക്കുക, വാലുമ കിടന്ന് പിടിക്കുക, തലയ്ക്ക് മീതെ ചുറ്റുക, ഉപ്പുവെള്ളത്തിൽ മുക്കുക. രാവണ, കേട്ടപ്പോൾ ശരിയാ തോന്നി. ഒരു തല കൊണ്ട് അങ്ങോട്ട് ചെന്ന് ഇടിക്കേണ്ട താമസം. നാരദ, തല വാലുമലായി. തല കഴുത്തിലാന്ന് കേട്ടിട്ടുണ്ട്, ഈ വാലുമലെന്ന് ഇതുവരെ കേട്ടിട്ടുണ്ട്. അതല്ല നാരദ, എൻ്റെ തല ഇവൻ്റെ വാലുമലായി. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ധ്യാനശീലം വേണ്ട, അത് അവിടെ കൊടുത്തതല്ല. ഞാൻ ഒരു 4 തല കൊണ്ട് നല്ല ശക്തിയിൽ ഇടിക്കും. കേട്ടപ്പോൾ ആ 4 തലയും കൊണ്ടാക്കി പിടിച്ചു.
4, 1, 5 ആദ്യം പഠിപ്പിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല എനിക്ക് എണ്ണ അറിയാം. അതല്ല നാരദ, 5 തല വാലുമ്പിലായി, ഇനി എത്ര തല ബാക്കിയുണ്ട്? ഈ 5 തല. എന്നാൽ അതിന് ഒറ്റയ്ക്ക് വേണ്ട, 5 തല കൊണ്ട് ഒന്നിച്ചങ്ങോട്ട് പിടിച്ചോളൂ. ഞാൻ ശക്തിയിൽ വേണം കേട്ടോ. ആ മുറുകിയതൊക്കെ അയക്കണം, അയഞ്ഞിട്ട് അത് കയ്യിൽ വലിച്ചു ഊരണം, തലയ്ക്ക് നീ ചുറ്റണം, ഒക്കെ കഴിയണം കേട്ടോ. കേട്ടപ്പോൾ 5 തലയും കൊണ്ട് നാരദ 5, 5, 10 കൊടുത്തൂല്ലേ? സന്തോഷമായി. പറഞ്ഞ അങ്ങനെ തന്നെ വരുന്നു. ഞാൻ പറഞ്ഞില്ലേ വാല് പിടിച്ച് വലിക്കാൻ പറഞ്ഞു, അതൊക്കെ അവിടെ കൊണ്ട് സൂക്ഷിച്ചു കൊടുക്കുക. അതല്ല നാരദ, അത് കുടുങ്ങിയതാണ്. ഇപ്പോൾ 20 കയ്യും 10 തലയും കുടുങ്ങി കഴിഞ്ഞു. ഇനി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? കാലുണ്ട്. സമാധാനം. എത്രയുണ്ട്? 2 ഉള്ളൂ. ഒരു സമ്പ്രദായം ഇല്ലാത്ത രൂപമല്ലേ. 10 തല 20 കൈ എന്നാൽ ഒരു 40 കാലുണ്ടായിരുന്നെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ആട്ടെ, ഇപ്പോൾ 2 ഉള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, കാലിന് ശക്തി കൂടുള്ളൂ. അടിക്കുന്നേക്കാൾ ചിലർക്ക് ശക്തി ചവിട്ടുമ്പോഴാണ്. ആ ഒരു കാലുകൊണ്ട് നല്ല ശക്തിയിൽ വാലിൻ്റെ കടക്കിലേക്ക് പൃഷ്ഠത്തിലേക്ക് അങ്ങോട്ട് ചവിട്ടുക. നല്ലോണം വേദനിക്കണം. വേദനിക്കുമ്പോൾ വാലയും ആ തലയും കയ്യൊക്കെ ഊരാ, വാലുമ്മ കിടന്ന് പിടിക്കുക, തലയ്ക്ക് മീതെ ചുറ്റുക, ഉപ്പുവെള്ളത്തിൽ മുക്കുക, കൊണ്ടുപോകുക, കൂടുണ്ടാക്കിയിടുക. ഒപ്പം കഴിയണം കേട്ടോ. കേട്ടപ്പോൾ എളുപ്പമാണ് തോന്നി. ആ കാലുകൊണ്ട് അങ്ങോട്ട് ചവിട്ടി. നാരദ ഇപ്പൊ ഈ കാല് ഇവിടെ വാലിമ്മലായി. അതും അവിടെ കൊണ്ട് വെച്ചതല്ല നാരദ, ചവിട്ടിയപ്പോ കുടുങ്ങി. ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കാത്ത ഒരാള് നാരദ പറഞ്ഞിട്ട് കേൾക്കട്ടെ. ചെവി കൂടെ കേൾക്കുന്ന കാര്യമല്ല പറഞ്ഞത് അതുപോലെ പ്രവർത്തിക്കല്ലോ. പറഞ്ഞ പോലെ തന്നെയാണ് പ്രവർത്തിച്ചത്. ആട്ടെ, ഇനിയിപ്പോൾ ഒരു കാലേ അവശേഷിക്കുന്നുള്ളൂ അല്ലേ? അതെ, ഒരു കാലേ ബാക്കിയുള്ളൂ. ഒരു കാര്യം ചെയ്യൂ, അതിൽ സർവശക്തി സംഭരിച്ച് അതുകൊണ്ട് അങ്ങോട്ട് ചവിട്ടുക. വേറെ ബാക്കിയില്ലാന്ന് ഓർമ്മിക്കണം കേട്ടോ. ആ ചവിട്ടിനോടുകൂടി ആ കുടുങ്ങിയ കാലും കയ്യും തലയൊക്കെ ഊരണം, വാലുമ്മ പിടിക്കണം, ചുറ്റണം, തലയ്ക്ക് മീതെ ഉപ്പുവെള്ളത്തിൽ മുക്കണം, കൊണ്ടുപോകണം. കേട്ടപ്പോൾ ശരിയാ തോന്നി. മറ്റേ കാലുകൊണ്ട് ചെന്നു. നാരദ ഇപ്പോൾ 2 കാലും അതിൽ കുടുങ്ങി. അതും കുടുങ്ങിയോ? അതും കുടുങ്ങി നാരദ. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? അതെ, 20 കയ്യ് 10 തല 2 കാല് ഒക്കെ കുടുങ്ങിയോ? ഒക്കെ കുടുങ്ങി പോവല്ലേ? എന്നാലേ നീ ഒരു കാര്യം ചെയ്യും. ചക്രവർത്തി കുറച്ചു കാലം ചക്രം പോലെ അവിടെ വർത്തിച്ചോളൂ. ഞാനിതിലാ പോണു. നാരദൻ എന്താ ഇങ്ങനെ പറയണത്? നാരദനല്ലേ പറഞ്ഞത് പറഞ്ഞ പോലെ ചെയ്താൽ വിചാരിച്ച പോലെ ആവുന്ന? അതെ, ഞാൻ വാക്ക് മാറില്ല. നാരദൻ വാക്ക് മാറുന്ന ആളല്ല. ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ ഞാൻ വിചാരിച്ച പോലെ ആവുന്ന. എടാ വഷള, ഞാൻ ഇതന്നെയാ വിചാരിച്ചത്. നീ തെറ്റിദ്ധരിച്ചതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഇതാ വിചാരിച്ചത്, നിനക്ക് ലോകനാഥനാവണല്ലേ. അവിടെ കിടക്ക. ശ്രീനാരദ മഹർഷി അവിടെ പോയി. രാവണ, ആ രാവണന്റെ അവസ്ഥ. ബാലിക്ക് 4 സമുദ്രത്തിൽ തർപ്പണം, ഒന്നൊന്ന് ചാടി അടുത്തേൽ പോയി. അപ്പോൾ വാലുകൾ വലിഞ്ഞിട്ടുണ്ട്. വാല് വലിഞ്ഞ് അത് ഉപ്പുവെള്ളത്തിൽ ഒന്നായിട്ട് മുക്കി. അതോടുകൂടി ഉപ്പുവെള്ളം പറഞ്ഞാട്ടേ ആയി കഴിഞ്ഞിട്ടുണ്ട്. അതിലങ്ങോട്ട് പെട്ടപ്പോൾ നേരിട്ട് തുടങ്ങി. അയക്കണം എന്ന് പറഞ്ഞപ്പോൾ വാലങ്ങോട്ട് അയച്ചു. അപ്പോൾ വെള്ളം എരച്ചങ്ങോട്ട് ഉള്ളിലേക്ക് കയറായോ? വേണ്ട, അയക്കണ്ട, മുറിക്കാൻ മതി. മുറുക്കണം എന്ന് പറഞ്ഞപ്പോൾ വാലങ്ങോട്ട് വലിയ എല്ലൊക്കെ മുറുക്കണ പോലെ മുറുക്കണ്ട, അയച്ചാൽ മതി. അയക്കണം. 4 സമുദ്രത്തിൽ തർപ്പണം കഴിഞ്ഞ് അവിടെ ഇപ്പായി. അപ്പോൾ ആ രാവണൻ ഒരു ഭാണ്ഡം പോലെ പിന്നിൽ അവിടെ കിടക്കണ്ടേ. ആരാ അവിടെ? ആരാ എൻ്റെ പൃഷ്ഠത്തില്? ആരാ അവിടെ പിന്നിലേത്? എന്താ ഒരു അപശബ്ദം കേൾക്കുന്ന, സ്വതേ കേൾക്കുന്ന ശബ്ദമല്ല. അതാ ആരെങ്കിലും ഇട്ടോ അവിടെ? ഞാനോ? ആരോ? അപ്പം ഞാനും ഇല്ലൊക്കെ ഇപ്പം എൻ്റെ പിന്നിൽ കൊണ്ടുവച്ചേക്കുന്നത്. അതല്ല ഏതല്ലാന്ന് ആര്? രാവോ? രാവും പൗലൊക്കെ ഇപ്പം എൻ്റെ പൃഷ്ഠത്തിലായോ? അതറിയണ്ടായില്ലല്ലോ. അതല്ല രാവണെന്നോ? ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. എൻ്റെ വാല് രാവാനൊക്കെ ആയിട്ട് വന്നതാവൂലേ? വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട കേട്ടോ. എൻ്റെ വാലൊക്കെ രാവാൻ പുറപ്പെട്ട അതല്ല. രാവണൻ ആര്? രാക്ഷസ ചക്രവർത്തി രാവണനോ? ഓ, പരമദയനീയായിരുന്നു ആ മുകളില്. ആട്ടെ, എന്താ ചക്രവർത്തി പിന്നിൽ വന്നു കൂടിയത്? മുമ്പിലേക്ക് എഴുന്നള്ളാലോ. എഴുന്നള്ളിക്കണം. ഓ, അത് ശരിയാ. ഈ രാജാക്കന്മാർ പ്രവൃത്തിമാരാകുമ്പോൾ പ്രത്യേകിച്ച് അവരെയൊക്കെ വെറുതെ കൊണ്ട് വരാമെന്ന് പറയാൻ പറ്റുമല്ലോ. എഴുന്നള്ളിക്കായിട്ട് തന്നെ വേണ്ടേ? ഇവിടുന്ന് അങ്ങോട്ട് കിടക്കണമെങ്കിലും എഴുന്നള്ളിക്കണം. അയ്യോ, എഴുന്നള്ളിക്കണം വെച്ചപ്പോൾ ഞാൻ ഇവിടുന്ന് അപ്പം അതിന് വാദ്യക്കാരും ആഘോഷവും മേളവും അതൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. അല്ല, എനിക്കൊന്ന് അങ്ങോട്ട് വരുത്തിയാൽ മതി. ഓ, അത്രേ വേണ്ടൂ. വാലുകൾ കൊണ്ടുവരുന്നു. ആട്ടെ, എങ്ങനെ വന്നു ഭവിച്ചു ഇവിടെ? അപ്പോൾ ഉള്ള ദേഷ്യം മുഴുവൻ നാരദം പറ്റിച്ചതാണല്ലോ. ദേഷ്യമുണ്ട്.
ആ നാരദൻ കള്ളൻ, കള്ളത്താടിക്കാരൻ എന്നെ പറ്റിച്ചതാ. ആര്? ആ കള്ളൻ നാരദൻ വാലങ്ങോട്ട് വരുന്നു. എന്ത്? ലോകം മുഴുവൻ മാനിക്കണ ശ്രീനാരദ മഹർഷിയെ കള്ളനോ? പറയേ ശ്രീനാരദ മഹർഷി ആ കള്ളൻ നാരദൻ വരുന്നു. പറയേ ശ്രീനാരദ മഹർഷി, ശ്രീ കള്ളത്താടിക്കാരൻ, കള്ളത്താടിക്കാരനോ? പറയേ ശ്രീനാരദ മഹർഷി ആ കള്ളൻ നാരദൻ. ശ്രീനാരദ മഹർഷി പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഒരു കാലത്തും മോചനം ഉണ്ടാവില്ല, വാലിൽ കിടക്കും. അങ്ങോട്ട് വരുന്നു. പറയാം എന്നാ പറയേ ശ്രീ കള്ളൻ, കള്ളൻ കള്ളനല്ല, ശ്രീനാരദ മഹർഷി. ശ്രീ 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 അധികമൊന്നും വേണ്ട, ഒരു ശ്രീ മതി. ഈ ശ്രീ ശ്രീ എണ്ണം കൂടി കഴിഞ്ഞാൽ കേമാന്നൊക്കെ ധരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, ഒരു ശ്രീ ഉള്ളതാണെങ്കിൽ ഒരു ശ്രീ തന്നെ ധാരാളം. പറയേ ശ്രീനാരദ മഹർഷി ശ്രീ കള്ളത്താടിക്കാരൻ. അപ്പോഴും അത് പിടിക്കാല്ലേ, ശ്രീനാരദ മഹർഷി, ശ്രീനാരദ മഹർഷി. അങ്ങനെ മാന്യന്മാരായിട്ടുള്ള ആള്, പൂജനീയരായിട്ടുള്ള ആൾക്കാരെ അപഹസിക്കുക, അപമാനിക്കുക. ആട്ടെ, എന്താ ഉണ്ടായത്? കാര്യമൊക്കെ പറഞ്ഞു. എടാ കൊള്ളരുതാത്തവനെ വീട്ടി, നിനക്കല്ലാണ്ട് ഇങ്ങനെ അബദ്ധം പറ്റുമോ? ശ്രീനാരദ മഹർഷിയെ അറിയണ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് അതുപോലെ ചാടി പുറപ്പെടുമോ? ആട്ടെ, മേലാലെങ്കിലും ഇതുപോലെയുള്ള അനർത്ഥത്തെ ചാടരുത്, എൻ്റെ നേരിട്ട് വരുവരുത്. തൽക്കാലം ഞാൻ എന്നെ ജീവനോടുകൂടി വിടുന്നു, മോചിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ ബന്ധനത്തിൽ നിന്ന് ഒഴിവാക്കി. രാവണ, ഇങ്ങനെ ഒരു രാവണൻ്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പല രാവണന്മാരുണ്ടോ, അതോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരാൾക്ക് സംഭവിച്ചതാണോ? ഇടകൊള്ളരുതാത്തവനെ രാവണ, ഇതൊക്കെ നിനക്ക് പറ്റിയതാണോ? അതാണ് എനിക്ക് അറിയേണ്ടത്. രാവണൻ ഇത് കേട്ടു. ഇതൊക്കെ തനിക്ക് പറ്റിയ അബദ്ധം, മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാവും. ആ ബാലിയുടെ വാലിൽ കിടന്ന കഥയൊക്കെ ചിന്തിക്കാൻ പറ്റില്ല. അതായി കൊരങ്ങൻ മുമ്പിലിരുന്ന ഒരു കൂസലും ഇല്ലാണ്ടായിട്ട് പറയണം. സഹിക്കാൻ വയ്യാത്തോടു ദേഷ്യത്തോടു കൂടി രാവണനും അതെ, ഹനുമാനാണെങ്കിലും അതെ, ആ രാവണന്റെ ഭാവം മാറി തുടങ്ങിയപ്പോൾ ഉദ്ദേശിച്ച കാര്യം സാധിച്ചു എന്ന് മനസ്സിലായി. എത്രത്തോളം ദേഷ്യം വർദ്ധിപ്പിക്കാൻ പറ്റും അത് വേണം നിരീക്ഷിച്ചിട്ടാണ് പുറപ്പെടുന്നത്. ആ സമയത്ത് യാതൊരു ഭഗവാൻ ആ ശ്രീരാമചന്ദ്രൻ്റെ ദൂതനായിട്ടുള്ള ശ്രീ ഹനുമാനോ രാവണനോട് ഒത്തിരുന്ന് പ്രത്യുത്തരവാദികളെ പറയുകയും ചെയ്തു. അപ്രകാരമില്ലാതിരിക്കുന്ന ശ്രീ ഹനുമാന്റെ സ്വാമിയായിട്ടുള്ള ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രനോ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ.